EMR-ലും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇഡി തുടർ നടപടികളിലേക്ക് കടക്കുന്നു. ടി വീണയുടെ ബാങ്ക് അക്കൗണ്ട് ഇഡി മരവിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് ലഭ്യമാകുന്നത്. ലിഡിയ ജേക്കബ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ലിഡിയ, തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയാണല്ലേ ഇഡി? നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നടന്ന റെയ്ഡിൽ, അതായത് സംസ്ഥാന വ്യാപകമായി വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡിന്റെ ഒരു തുടർ നീക്കം എന്നോണം, തുടർ നടപടി എന്നോണമാണ് അടുത്ത നടപടിയിലേക്ക് ഇഡി കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ടി വീണയുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. HDFC ബാങ്കിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് എന്നുള്ളതാണ്. ഈ റെയ്ഡിന് പിന്നാലെ ഇത്തരത്തിലുള്ള നടപടി വരുന്നു. വീണയുടെ ബാങ്ക് നിക്ഷേപത്തിന്റെ രേഖകൾ പിടിച്ചെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കേണ്ടതിന്റെ ഭാഗമായി അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത്, ഫ്രീസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് പലയിടങ്ങളിലായി നടന്ന റെയ്ഡ്, അതിനെ തുടർന്നുണ്ട വലിയ സംഘർഷങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പല സ്ഥലങ്ങളിലും വലിയ സംഘർഷങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ ഈ റെയ്ഡിന്റെ ഭാഗമായി നടന്നിരുന്നു. അതിനെ തുടർന്ന് ഇഡി ആദ്യത്തെ ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഒരു സാമ്പത്തിക ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അക്കൗണ്ട് ഇടപാടുകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ രേഖകളും കാര്യങ്ങളും ഒക്കെ ഇഡി പിടിച്ചെടുത്തു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് നിലവിൽ കടന്നിരിക്കുന്നത്. ആദ്യ നടപടി തന്നെയാണ് ഇത് എന്ന് വേണം പറയാൻ. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.